ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കുകയാണേ. ഞങ്ങൾ ഇന്നൊരു സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവാൻ നേരത്തിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. എത്രയുണ്ട് നന്നായിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ട് മൂപ്പിക്കുന്നു അത്രയുണ്ട് നമുക്ക് ചിക്കൻ കറിയിൽ ഏത് കറിക്കുന്ന ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഈ പായസത്തിന് എത്രയുണ്ട് ഇളക്കുന്നു അത്രയുണ്ട് പായസത്തിന് ടേസ്റ്റാണ് കിട്ടില്ല. അതേപോലെ തന്നെയാണ് കറികൾക്കും നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ നല്ലോണം മൂത്ത് ആ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചിക്കൻ അതിലേക്ക് ഇടുന്നു. ചിക്കൻ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ അത് എന്താ പറയുക, വെള്ളം ഒഴിക്കരുത്. ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം. അതിന് ശേഷം നമ്മൾ ചിക്കൻ കറിക്കൊക്കെ വെള്ളം ഒഴിക്കാവൂ. നേരത്തെ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കൊന്ന് അടച്ചു വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ചൊന്ന് മൂക്കണം. എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് കറി നല്ല ഒരുവിധം കുറുകി വറ്റി വരുമ്പോൾ നമ്മൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കടുകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിക്കും. പിന്നെ മല്ലിയില ഇടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, സൂപ്പർ കറി. പിന്നെ ഈ ചിക്കൻ കറിക്ക് ഞങ്ങൾ കപ്പയാണ് ഉണ്ടാക്കുന്നത്. കപ്പയും ചിക്കൻ കറിയാണ് ഞങ്ങൾ കൂട്ടുകാരികൾ അടിച്ച് പൊളി ഒരു ചിക്കൻ കറിയും കപ്പയും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കപ്പ.